ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന, അതിനായി നമ്മളെ ഒരുക്കുന്ന 11ാമത്തെ ദിവസത്തിൽ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടെ ഈ സമയത്തെ അല്പസമയം ഒന്ന് മാറ്റാം. പ്രാർത്ഥിക്കുന്ന സമയം എപ്പോഴും ഒരു പ്രോഗ്രാം നടക്കുന്ന, ഒരു ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലമല്ല. അതെപ്പോഴും ദൈവവചനം പ്രസംഗിക്കുന്ന ആ ഒരു സമയം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയം കൂടിയാണ്. അതൊരു പ്രോഗ്രാം മാത്രമല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിലൂടെ ഞാനെന്ന വ്യക്തിയുടെ സ്വരം പ്രാർത്ഥനയോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്കും നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്കും പരിശുദ്ധാത്മാവ് എത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ഏത് പരാജയപ്പെട്ടവനെയും, ഏത് തോറ്റുപോയവനെയും, ഏത് കഠിന പാപികളെയും, എത്ര അഗാധ തലത്തിൽ തകർന്നു പോയവനെയും വിജയത്തിലേക്ക് എത്തിക്കുന്ന, പടുത്തുയർത്തുന്ന ഒന്നാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ഭവനത്തിൽ ആ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഈ വചനം കേൾക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാർത്ഥന കൊണ്ടൊന്നൊരുക്കുക. പല തിരക്കുകളുടെയും പല അസ്വസ്ഥതകളുടെയും ഒക്കെ നടുവിലും ഒരു അന്തരീക്ഷത്തിലൊക്കെ നിന്നുകൊണ്ടായിരിക്കും ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നമുള്ള, പ്രതിസന്ധിയുള്ള ഒരന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ തുറന്നു വച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിലുള്ള പലരും ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടാകാം. വേറെ എന്തെല്ലാം കാണാനുണ്ട്, അപ്പോൾ വാർത്ത കേൾക്കാനുണ്ട്, പല കാര്യങ്ങൾ അറിയാനുണ്ട്, അപ്പോഴാണോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇത് മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ ഒരു അത്ര പ്രാധാന്യമുള്ള, ഗൗരവമുള്ള ഒരു വചനമാണ് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ 11ാമത്തെ ദിവസം ആത്മീയമായി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഓരോ വചനത്തിനും ഒത്തിരി പ്രാധാന്യമുണ്ട്. വിലയുള്ള ഏതു കാര്യത്തിനും വില കൽപ്പിക്കണം. അപ്പോഴേ അതിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം വിലയുള്ളതാണ്. അതിന് വില കൽപ്പിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ നന്മ എനിക്ക് അനുഭവിക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, വചനം കേൾക്കുവാൻ ഒരുങ്ങുന്ന, ഈ ഷാലോം TV-യിലൂടെ വചനം കേൾക്കുന്ന വിദൂര സ്ഥലങ്ങളിലിരുന്നായിരിക്കും, സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരാളായിരിക്കും. എങ്കിലും ഈ വചനം നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ ഈ അന്തരീക്ഷത്തിലിരുന്ന് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയ്ക്കും ദൈവിക ഇടപെടലിനും ഒരത്ഭുത ദൈവികമായ സാന്നിധ്യത്തിനും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും, ഓരോ യുവതി യുവാക്കളും, കുഞ്ഞുങ്ങളും, പ്രായമായവരും, ഏറ്റവും പ്രായം കുറഞ്ഞവരും, ആരൊക്കെ ആയിക്കൊള്ളട്ടെ, അവരെല്ലാം ഈ ദൈവവചനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിധിയിലുണ്ട്. നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വചനം പ്രസംഗിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കും, എൻ്റെ ഈ വിഷമം അത് മനസ്സിലാക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടം ഏതാണോ അത് മനസ്സിലാക്കുന്നൊരു ദൈവമാണ് ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, ഈ വചനം പ്രസംഗിക്കാൻ മാത്രമല്ല, ഇത് കേൾക്കുന്ന ഞങ്ങളെ ഇത് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ വചനങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതപ്പെട്ടതാണ്. അത് മനസ്സിലാക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണം. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവാണ്
പരിശുദ്ധാത്മാവിനാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്. ഇതേ പരിശുദ്ധാത്മാവ് നിങ്ങളെന്ന വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഇതേ പരിശുദ്ധാത്മാവ് ഇടപെടും. നിങ്ങളുടെ ചിന്തയെ, മനസ്സിനെ, ആലോചനകളെ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരു നിമിഷം ഒന്ന് ക്രമീകരിച്ച് ഒരു പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷത്തിലൊന്നായിരുന്ന് ഈ വചനങ്ങൾ കേൾക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് 1 കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഈ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഈ വചനം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഓർമ്മിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് അന്നേരം ഒരാശ്വാസം ഉണ്ടാകാറുണ്ട്, അന്നേരം ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞ് 5, 10, 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെയാകും. എൻ്റെ ആ ലഭിച്ച ഒരു സന്തോഷം പോകും, ആ സമാധാനം പോകും. വീണ്ടും പഴയ ടെൻഷനും അസ്വസ്ഥതകളും എല്ലാം എന്നെ ഭരിക്കാൻ തുടങ്ങും. എനിക്ക് ഈ വചനം കേട്ട് 15 മിനിറ്റത്തേക്കൊക്കെ എനിക്കതിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. മറ്റൊരാൾ മറ്റൊരവസരത്തിൽ പറഞ്ഞ്, ഞാൻ ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കും, ഞാനൊരു ഡയറിയും കൊണ്ടുപോയി വയ്ക്കും, എൻ്റെ കയ്യിൽ എഴുതാൻ കൊള്ളുന്ന ഒരു പേനയും ഞാൻ സൂക്ഷിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്ന ആ വചനങ്ങൾ ഞാൻ അന്നേരെ ബൈബിൾ പരിശോധിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ഡയറിയിൽ അത് എഴുതും. നിങ്ങളുടെ ക്ലാസ് 15 20 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ആ ഡയറിയിൽ എഴുതി വെച്ച വചനങ്ങൾ ഞാൻ അതിനുശേഷം കുറേ സമയം എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന് അത് പ്രാർത്ഥിക്കും. എനിക്ക് ആ ലഭിച്ച അനുഗ്രഹം എന്നിൽ തന്നെ നിലനിൽക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈകളിലും ഒരു കാഴ്ചക്കാരനെ പോലെയോ കേവലം ഒരു കേൾവിക്കാരെ പോലെയോ ഒരു പ്രോഗ്രാം കാണുന്ന രീതിയിലല്ലാതെ ഒരു പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിലേക്ക് വന്ന് നിങ്ങളുടെ കൈകളിൽ തുറന്നൊരു ബൈബിൾ ഉണ്ടായിരിക്കട്ടെ, എഴുതാൻ കൊള്ളുന്നൊരു പേനയുണ്ടായിരിക്കട്ടെ, എഴുതി വയ്ക്കാൻ കല്ലുന്ന നിങ്ങളുടെ ഒരു ഡയറി എടുത്ത് കയ്യിൽ പിടിച്ച് ആ വചനം ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. ആ വചനം എഴുതിയെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ 33 ദിവസം നമ്മൾ ഒരുങ്ങുമ്പോൾ അതൊരു സാധാരണ പോലെ കടന്നു പോകാതെ അതൊക്കെ നമുക്ക് അടയാളപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, അടയാളപ്പെടുത്താൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ വചനം ഒന്ന് എഴുതി വയ്ക്കുക. 1 കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാനത് വായിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി ഞാനത് വായിക്കാം. അതിനകത്തുള്ള ഓരോ വാക്കുകൾക്കും ചെറിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച്. എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്താണ് സജ്ജീകരിക്കുക എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ വീട്ടിൽ 10 പേര് ഗസ്റ്റ് വരുമെന്നറിഞ്ഞാൽ നിങ്ങൾ ആ വീട് സജ്ജീകരിക്കും. 10:30 ഗസ്റ്റ് വരാൻ പറഞ്ഞിരിക്കുന്ന സമയമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് അല്ലെ തലേ ദിവസം തന്നെ തിണ്ണയും പരിസരങ്ങളെല്ലാം സജ്ജീകരിച്ച് ആ കസേരകളൊക്കെ ഓർഡറാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാ മുറികളും സജ്ജീകരിക്കും. ദൈവം നമ്മളോട് പറയുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ചില കാര്യങ്ങൾ ഒരുക്കി വയ്ക്കും. അതാണ് സജ്ജീകരിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കേൾക്കുന്നൊരു ദൈവസ്വരം ഇതാണ്: നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതൊക്കെയോ നന്മകൾ, ഏതൊക്കെയോ സൗഖ്യങ്ങൾ, ഏതൊക്കെയോ വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം നിനക്കായി സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട്, നിനക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതാണ് സാധാരണ മലയാളം, ഒരുക്കി വച്ചിട്ടുണ്ട്.